നമസ്കാരം. ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ പോര്. കേരളത്തിലാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന വേതനമെന്ന വാദം കള്ളമാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച രാഹുൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരക്കാരെ മൈൻഡ് ചെയ്തില്ലെന്നും ആരോപിച്ചു. SUCIയുടെ നാവായി യൂത്ത് കോൺഗ്രസ് നേതാവായ MLA മാറിയെന്ന് മന്ത്രി വീണ ജോർജ് തിരിച്ചടിച്ചു. കോവിഡ് സമയത്ത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച ആശമാർ 23 ദിവസങ്ങളായി വെയിലത്തും മഴയത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് രാഹുൽ നോട്ടീസ് നൽകി പറഞ്ഞു. 7000 രൂപ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലും 3 മാസം മുടങ്ങിയപ്പോഴാണ് സമരം. 700 രൂപ ദിവസവേതനമുള്ള സംസ്ഥാനത്ത് ആശമാർക്ക് കിട്ടുന്നത് 232 രൂപ. അവർക്ക് 700 രൂപ പ്രതിഫലം നൽകുമെന്ന് LDFന്റെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ഇവർ നൽകിയ ആ വാഗ്ദാനത്തിന് വേണ്ടിയാണ് ആ സാധു മനുഷ്യർ ഇപ്പോൾ സമരമിരിക്കുന്നത് വരുന്നത്. ക്രിമികീടമെന്നും ഈർക്കിൽ പാർട്ടിയെന്നും ബക്കറ്റ് പിരിവുകാരെന്നും വിളിച്ചില്ലേ എന്ന് തൊട്ടാണ് ഇവർക്ക് ബക്കറ്റ് പിരിവ് അയിത്തമായത്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ എന്തിനാണ് ഹരിയാനയിലെയും ബംഗാളിലെയും CITക്കാർ ആശമാരുടെ ശമ്പളം 26,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം ചെയ്തത്? ആരോഗ്യമന്ത്രി ഇത്രയും ദിവസങ്ങളായിട്ടും ആ വനിതകളോടൊന്നും സംസാരിക്കാൻ പോലും തയ്യാറായില്ല. അവർ മന്ത്രിയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വരേണ്ടതില്ല, ഓഫീസ് സമയത്ത് വന്നാൽ മതിയെന്ന് ആവശ്യപ്പെട്ടു. ഈ മന്ത്രിയും ഞാനും സ്പീക്കറും ഒക്കെ വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ? നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഓഫീസ് സമയത്താണോ വോട്ട് ചോദിക്കാൻ പോകുന്നത്? വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ കൊച്ചുവെളുപ്പം കാലത്തും പാതിരാത്രിയിലും പോകാം. പക്ഷേ വോട്ട് കിട്ടി ജയിച്ച ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓഫീസ് സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിക്ക് ആ ഓഫീസ് അധികനാൾ ഉണ്ടാകില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്ന് വീണ ജോർജ് മറുപടി നൽകി. സമരക്കാരുമായി കഴിഞ്ഞ 15-ന് വിശദമായി ചർച്ച നടത്തി. വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്ന SUCI നേതാവിന്റെ അതേ കള്ളമാണ് പാലക്കാട് MLA ആവർത്തിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനിടെ വാക്കൌട്ട് പ്രസംഗം നീണ്ടുപോയതിനെ ചൊല്ലി പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്പീക്കർ AN ഷംസീറും പോരടിച്ചു. പറയാനുള്ളത് പറയുമെന്ന് പ്രതിപക്ഷ നേതാവും സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യുമെന്ന് സ്പീക്കറും പറഞ്ഞു. സ്പീക്കറുടെ ഡൈസിന് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു.